കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ചെറിയ തിരക്കുകളുണ്ട്. നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ആ ചുവരിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ അനന്തശയനം കാണാം. അങ്ങനെ നമ്മൾ നേരെ വരുമ്പോൾ ഇന്നലെ ഇപ്പോൾ ദീപസ്തംഭത്തിൻ്റെ കാൽനാട്ടൽ കർമ്മമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ കാല് നാട്ടിയിട്ടുണ്ട്. നിലമ്പൂർ തേക്കാണ്. അതിൻ്റെ അടിയിലത്തെ പൈസകളൊക്കെ 100 കൊല്ലം മുന്നേ നിക്ഷേപിച്ച പൈസകളൊക്കെ എടുത്ത് കണ്ടു. അതേപോലെ പുതിയതായിട്ട് പൈസകളൊക്കെ ഇട്ടു. അപ്പോൾ വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ എന്തായാലും ആ ദീപസ്തംഭം വന്നാൽ തന്നെയാണ് അതിൻ്റെ ഒരു പ്രൗഢി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരുന്നു. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ടു തൊഴുത് നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും കാണാം. വലതുവശത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ രസമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ആദ്യം തന്നെ ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട് കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ കാല് പിണച്ചു വെച്ചിട്ടാണ്. അങ്ങനെ ചെറിയ ഉണ്ണി തന്നെയാണ്, 1-2 വയസ്സൊക്കെ ഉള്ളൂ. അതേമാതിരി കുറച്ചൊക്കെ തടിച്ചു വരേണ്ട ഒരു ഉണ്ണി. അങ്ങനെ അരയിൽ അരമണി കാണാണ്ട് ചെറിയ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ആ കിങ്ങിണിയുടെ വാലുകൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ കുമ്പയൊക്കെ ഒന്നൊക്കെ ചെറുതായിട്ട് ചെറിയൊരു കുമ്പ ഒക്കെ വെണ്ണയും നെയ്യൊക്കെ കഴിച്ചേ നല്ല വയറൊക്കെ ആയിരുന്നു. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ മാറത്തൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴൽ വിളിക്കുകയാണ്. ചുണ്ടോട് ചേർത്ത് പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ വേണുഗാനം പൊഴിക്കുന്ന ആ ഉണ്ണിയായിട്ടാണ്. അങ്ങനെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. തിരുമുടി മാലകൾ വെച്ചിട്ടുണ്ട്. തിരുമുടി മാല 2 തിരുമുടി മാല ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയൊക്കെ ആയിട്ടുള്ളത്. ഉണ്ടമാല ഒരൊറ്റ ഉണ്ടമാലയേ ഉള്ളൂ. ആ ഉണ്ടമാല കാണാൻ തന്നെ നല്ല രസമാണ്. കാരണം ഒരു പകുതി മുക്കാൽക്ക് ആദ്യം കുറച്ച് തുളസി, പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ തെച്ചിയാണ്. അപ്പോൾ ആ തെച്ചിയുടെ ചുവപ്പും താഴത്ത് വീണ്ടും തുളസി, അങ്ങനെ. അപ്പോൾ ആ കളവും അതേപോലെ തെച്ചിപ്പൂവിൻ്റെ തുളസിയും ചുവപ്പും ഒക്കെ പാടങ്ങനെ കാണുമ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ച. പിന്നെ ആ പൊന്നിൻ്റെ തിളക്കങ്ങളും എല്ലാം കൊണ്ടും അതിസുന്ദരനായിട്ടാണ് ചെറിയൊരു ഉണ്ണിയായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. അതിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും ചെയ്യും. അങ്ങനെ നമ്മൾ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങുക. തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് വന്ന് നേരെ ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെ വരുമ്പോൾ അവിടെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അരയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വീണ്ടും അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ
ആ ഭീഷ്മര ശരശയ്യയിലുള്ളതൊക്കെ കണ്ട് നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയും ഒക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നുകൊണ്ട് ധാരാളം പൂക്കൾ കേട്ടോ, മാലകൾ, കുങ്കുമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്കേ ഭാഗത്തേക്ക് നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ മണിക്കിണറും ഭഗവാന്റെ നൃത്ത അറയും കെടാവൾക്ക് കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയെ കാണുക, തൊഴുക, പ്രാർത്ഥിക്കുക. നമ്മുടെ അവിടെ ഗോളക തന്നെയാണ്. അങ്ങനെ മുഖത്തൊക്കെ ഗോളക ചാർത്തിയിട്ടുള്ളതാണ്. പിന്നെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശിവേലി വിഗ്രഹത്തിലും ധാരാളം മാലകളുണ്ട്. അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വെച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാൻ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തുക. അവിടെ ഒന്ന് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഉണ്ണീനെ കാല് പിണച്ചു വെച്ച് വേണുഗാനം പൊഴിക്കുന്ന വേണുഗോപാലിനെ മുരളീധരനെ കണ്ടു തൊഴാം, നമസ്കരിക്കാം. വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിലെത്തി അവിടെ കെടാവിളക്ക് കാണാം, അതൊന്ന് കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെയും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനമൊക്കെ ചാർത്തിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിലേക്ക് വരുമ്പോൾ കൂവളത്തെ കാണാം. കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.